എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ഒരു ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്. ക്യാൻസർ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ജൂൺ 1 ഞാൻ ഡിസ്ചാർജ് ആവുന്നു. അപ്പോൾ ആ ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷം ഞാൻ എങ്ങനെ ഒരു ആരോഗ്യകരമായിട്ട് ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്താണ് എനിക്ക് വൈദ്യം ചാനൽ കണ്ടുപിടിച്ചത്. വൈദ്യം ചാനലിൽ ഓരോ വീഡിയോസും ഞാനിങ്ങനെ സാഗൂതം കേൾക്കും. KV ദയാൽ സാറിൻ്റെ ചാനലാണ്. അപ്പോൾ ഞാൻ വളരെ കൗതുകരമായിട്ടാണ് ഓരോ കാര്യങ്ങളും കേട്ടത്. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ ഞാൻ അതിലൂടെയാണ് മനസ്സിലാക്കിയത്. പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് എൻ്റെ ചെറുപ്പകാലത്ത് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വളർന്നു വന്ന് ആ ഒരു സാഹചര്യമൊക്കെ മാറി പുതിയൊരു സാഹചര്യത്തിലോട്ട് വരുമ്പം, അതായത് മോഡേൺ കാലഘട്ടം, അപ്പോൾ ആ ഒരു വ്യത്യാസം ഫുഡിലും എല്ലാം എനിക്കും ഉണ്ടായി. അതിൻ്റെ കൂടെ എനിക്കുണ്ടായ കുറേ പ്രശ്നങ്ങൾ, അതിലൂടെ എനിക്ക് ഉറക്കമില്ലാതായി, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതായി, ആരോഗ്യ കാര്യങ്ങൾ, ഹെൽത്ത് കാര്യങ്ങൾ, എക്സസൈസ്, നടപ്പ് അതെല്ലാം ചെയ്യാതായി, മുറിയിൽ തന്നെ കൂടുതൽ സമയവും കഴിച്ചുകൂട്ടി. പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നോക്കിയെങ്കിലും ഒന്നും തലയിൽ ഉറച്ചില്ല, മനസ്സിൽ കയറുന്നില്ല, മനസ്സ് പലതിലോട്ടും വിട്ടുപോകും. ഇതൊക്കെയായിരുന്നു എൻ്റെ ക്യാൻസറിൻ്റെ മുമ്പുള്ള അവസ്ഥ. ഞാൻ വല്ലാതെ വണ്ണം വെച്ചു. 72 കിലോ ആയി ഞാൻ 60 കിലോയിൽ നിന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകുമോ? ശരിക്കും നമുക്കറിയാം, ഒരു ക്യാൻസർ അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വീണ്ടും വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് പ്രയാസമാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ചെലവും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ അനുഭവങ്ങളും ക്യാൻസർ മരുന്നുകളുടെ സൈഡ് എഫക്റ്റും എല്ലാം കൊണ്ട് നമ്മൾ ആകെ തളർന്നു പോകും. മാനസികമായിട്ടും ശാരീരികമായിട്ടും സമൂഹത്തിൽ ജീവിക്കുന്നതിലൂടെയും നമ്മൾ വല്ലാതെ തളർന്നു പോകും. അപ്പോൾ ഇനി എങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് KV ദയാൽ സാറിൻ്റെ വൈദ്യം ചാനൽ ഞാൻ കണ്ടതും പിന്നീട് സ്ഥിരം അതിൽ ഞാൻ കയറി ഓരോ വീഡിയോസും കാണാൻ തുടങ്ങി. ആ സ്റ്റേജിൽ ഞാൻ അഡ്മിഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന ഘട്ടത്തിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആയിരുന്നു. അത് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ടായതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നും ലിവറിലാണ് ആദ്യം എത്തുന്നത്. അപ്പോൾ ആ ലിവറിന് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ അതിലൂടെ ഞാൻ അറിഞ്ഞു, നമ്മൾ പണ്ടൊക്കെ ഇഡലി ഉണ്ടാക്കുന്നത് പൂവരശിൻ്റെ ഇലയിലാണ്. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കൊച്ചിലേ കണ്ടിട്ടുണ്ട്. പൂവരശിൻ്റെ ഇലയിൽ എണ്ണ തടവി അതിലാണ് ഇഡലി ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പൂവരശിൻ്റെ ഇല 10 ഗ്ലാസ് വെള്ളത്തിൽ 4 ഇലയിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന് വളരെ നല്ലതാണെന്ന് ഞാനതിൽ വായിച്ചു.
ഓരോരുത്തരും അനുഭവങ്ങൾ എഴുതിയിരിക്കുന്നതും വായിച്ചു. ഞാൻ അതിനെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, പലയിടത്തും സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു പൂവരശ്. അപ്പം ഞാനിത് ജൂൺ അവസാനം തുടങ്ങി സാറ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. വൈറ്റമിൻ B+Cയുടെ ടാബ്ലറ്റും ഈ പൂവരശിൻ്റെ ഇലയും സാററിയാതെ തന്നെ ഞാൻ കുടിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇത്രയും വെള്ളം കുടിക്കണ്ടേ, ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ക്രമേണ കുടിച്ച് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഫാറ്റി ലിവർ ആണെങ്കിൽ നമുക്ക് യുഡിലീവ് എന്നും പറഞ്ഞൊരു ഗുളികയാണ് തരുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും യുഡിലീവ് തരും. അങ്ങനെ ഡോക്ടർ 4 മാസം മുന്നേ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് യുഡിലീവ് നിർത്തി. ഫാറ്റി ലിവർ മാറി, യുഡിലീവ് നിർത്തി. ഇപ്പോൾ യുഡിലീവ് കഴിക്കുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയും ബുധനാഴ്ച ചെക്ക് ചെയ്തപ്പോഴും ലിവർ ഓക്കെയാണ്, SGPT ഒക്കെ ഓക്കെയാണ്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ, ഈ ഗുളിക കഴിക്കാതെ തന്നെ അത് ഓക്കെ ആകുക എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ സാറിൻ്റെ ഒരു ഇൻഫെക്ഷനെ ചെറുക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നത്, ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സാറിങ്ങനെ നിരന്തരം പറഞ്ഞു കൊടുക്കുകയാണ് ആ യൂട്യൂബിലൂടെ ഓരോരുത്തർക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. പേരയ്ക്ക, ജാമുൻ, മധുരക്കിഴങ്ങ്, പച്ചയേത്തയ്ക്ക, നെല്ലിക്ക, മാങ്ങ, ഇവയുടെയൊക്കെ ഗുണങ്ങൾ സാറിൻ്റെ സാറിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്ന ഫാർമർ ഫസ്റ്റ് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അത് പൊടികളാക്കി, നാച്ചുറൽ സാധനങ്ങൾ, വിഷമില്ലാത്ത സാധനങ്ങൾ അത് പൊടിയാക്കി അത് ജ്യൂസിൽ കലക്കി കുടിച്ച് വൈറ്റമിൻ സിയുടെ പൗഡറും കൂടി ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ പനി വരില്ല, പ്രതിരോധശക്തി ഭയങ്കരമാണ്. അതിനുദാഹരണമാണ് ഞാൻ. എനിക്ക് ഇത് കഴിച്ചു തുടങ്ങിയ പിന്നെ ഇന്ന് വരെയും പനി വന്നിട്ടില്ല. ഇവിടെ ചേട്ടനും മോനും അമ്മയ്ക്കും എല്ലാം ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ 2 പ്രാവശ്യമായിട്ട് പനിയും ചുമയും കഫക്കെട്ടും എല്ലാം വന്നു. എനിക്കത് വന്നില്ല. ഞാൻ അവരോടൊക്കെ പറയും കഴിക്കാൻ, പക്ഷേ അവരൊന്നും കേൾക്കില്ല. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കിനി അസുഖമായിട്ട് കിടക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ശരിക്കും ഉയർത്തെഴുന്നേറ്റത്, എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇപ്പോഴാണ് വന്നത്. പിന്നെ ഞാൻ സാറിൻ്റെ വീഡിയോയിൽ കണ്ട ഒരു കാര്യമാണ് പ്രകൃതിയുടെ ഭക്ഷണം. പ്രകൃതിയുടെ ഭക്ഷണം ഒരു നേരം, 3 നേരം കഴിക്കാമെങ്കിലും കഴിക്കുക, ഒരു നേരമെങ്കിലും കഴിക്കുക. മനസ്സ് ശുദ്ധമാകും. നമ്മുടെ ആഹാരമാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. സത്വരജോ തമോ ഗുണങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ രീതികൾ, ഫുഡ് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ആ ഒരു വൈകിട്ടത്തെ ഫുഡ് അങ്ങനെ ആക്കിയപ്പോഴേക്ക് എന്തൊരു സുഖം വയറിന്, രാത്രിയിൽ കിടന്നുറങ്ങാനും ഒക്കെയായിട്ട് നല്ല സുഖം. അരിയും ഗോതമ്പും ഉപേക്ഷിക്കുക, പകരം ഓർഗാനിക് മധുരക്കിഴങ്ങ്, അതുപോലെയുള്ള സാധനങ്ങൾ, ഏത്തയ്ക്ക, പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയത്, ഇങ്ങനെയുള്ള ഫുഡുകൾ. അതുപോലെ മില്ലറ്റിലോട്ട് വരണം. അങ്ങനെയൊക്കെ ഓരോ വീഡിയോസും കണ്ട് ഞാൻ സാറിനെക്കുറിച്ച്, സാർ ആരാണ്, സാർ എന്താണ് ചെയ്യുന്നത്
എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി. സാറിനോട് നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാനിങ്ങനെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നു, വൈദ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ. അങ്ങനെ നമുക്കിന്ന് ഓർഗാനിക് ഒരു സാധനങ്ങളും കിട്ടത്തില്ലല്ലോ. അങ്ങനെ എനിക്ക് ആ ഒരു ഓർഗാനിക് സാധനങ്ങൾ തപ്പി ഞാൻ ഫാർമർ ഫസ്റ്റിൻ്റെ നമ്പറിൽ വിളിച്ചു ഗൂഗിളിൽ നിന്ന്. അങ്ങനെ അവർ എനിക്ക് നമ്മുടെ കാവുംഭാഗത്ത് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി കോണ്ടാക്റ്റ് ചെയ്ത് തന്നു. അവിടുന്നാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, എണ്ണ, ഈ പൊടികൾ, വൈറ്റമിൻ B+C, മുന്തിരി കുരുവിൻ്റെ ഗുളിക, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒറിജിനൽ സാധനങ്ങൾ അവർ ഓർഗാനിക്കായിട്ട് ചെയ്ത് ഉണക്കി പൊടിച്ച് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആ ഒരു കാര്യം, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.